بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فقد قال الله تعالى في القرآن العظيم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن
الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى وقال الله تعالى أيضا إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت صدق الله العظيم. روى البخاري ومسلم عن أنس رضي الله عنه أنه قال سمعت رسول الله صلى الله عليه وسلم يقول إن من أشراط الساعة أن يرفع العلم ويكسر الجهل ويكسر الزنا ويكسر شرب الخمر ويقل الرجال ويكسر النساء حتى يكون ل50 امرأة القيم الواحد. وقال النبي صلى الله عليه وسلم لا تقوم الساعة إلا على شرار الخلق. صدق رسول الله. عليك بتقوى الله إن كنت عاقلا يهيأ لك الأرزاق من حيث لا تدري. وعلى أمة محمد. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുഷ്ഫിഖ് ഇസ്ലാമിക് ഫൗണ്ടേഷന്റെ ഡയറക്ടർ, നിരവധി സീഡികൾ പുറത്തിറക്കി കൈരളിയുടെ പ്രശംസ പിടിച്ചുപറ്റിയ ബഹുമാനപ്പെട്ട ബാവ സാഹിബ് കീഴ്ശ്ശേരി, ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ്, ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പ സാഹിബ്, സ്നേഹനിധികളായ യുവാക്കളെ, ഉമ്മപങ്ങന്മാരെ, കാരണവന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തആല നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിനെ അറിയാനും അറിഞ്ഞ് ആരാധിക്കാനും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകട്ടെ. വീണ്ടും ഒരു വർഷത്തിന് ശേഷം ഇതേ വേദിയിലേക്ക് വരാൻ സാധിച്ചതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമ്മുടെ നജാത്ത് ചാരിറ്റി രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട അശരണരെ, പാവപ്പെട്ട രോഗികളെ സഹായിച്ചുകൊണ്ടും അനാഥകളും അഗതികളുമായ പെൺകുഞ്ഞുങ്ങൾക്ക് വിവാഹത്തിനുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടും നമ്മുടെ ഈ സംഘടന മുന്നേറിക്കൊണ്ടിരിക്കുക.
അല്ലാഹു തആല ഈ സദസ്സിനെ കബൂലാക്കി തരട്ടെ. ഈ സദസ്സിൽ വെച്ച് ചെയ്യുന്ന പ്രാർത്ഥനകളും ദുആകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഘടങ്ങളും വൈഷമ്യങ്ങളും വൈക്ലഭ്യങ്ങളുമായിരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അല്ലാഹു പടച്ചവൻ മാറ്റി തരുമാറാവട്ടെ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ഖിയാമത്തിന്റെ അടയാളങ്ങൾ ചെറുതും വലുതും. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജൻ മുഷ്ഫിഖിന് വേണ്ടി ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ചാലിയാർ പുഴയിൽ ചാലിയാറിന്റെ കൊച്ചോളങ്ങൾ പിടിച്ചെടുത്ത 8ഓളം കുട്ടികളുടെ വിലപ്പെട്ട ജീവൻ. അതിൽ ഒരു കുട്ടിയായിരുന്നു മുഹമ്മദ് മുഷ്ഫിഖ്, നമ്മുടെ ബാബാ സാഹിബിന്റെ പ്രിയപ്പെട്ട പുത്രൻ. ആ കുട്ടിയുടെ പേരിലാണ് ഇന്ന് കേരളത്തിലെ പ്രശസ്തരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണ സീഡികൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സീഡിയും ഓരോ പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ മോനാണ് മുഷ്ഫിഖ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി, മൗഫിറത്തിന് വേണ്ടി, മരണപ്പെട്ട എല്ലാവർക്കും നിങ്ങൾ ദുആ ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു മുഷ്ഫിഖ് മോന്റെ ഖബർ സ്വർഗത്തിന്റെ മലർവാടിയാക്കട്ടെ. അല്ലാഹു ആ മണ്ണറ മണിയറയാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ആ കുട്ടിയുടെ പിതാവ് ഇന്നത്തെ നമ്മുടെ ഈ വിഷയം കൊച്ചു കൈരളിക്ക് എത്തിക്കാൻ മുഷ്ഫിഖ് ഫൗണ്ടേഷന്റെ അതിന്റെ MDയും അതിന്റെ പ്രവർത്തകനും ഇവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു വസ്തുവിനും അല്ലാഹു ഒരു അന്ത്യം വെച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് മരണമുള്ളതുപോലെ ഈ ബൃഹത്തായ പ്രപഞ്ചത്തിനും ഒരു നാശമുണ്ട്, ഒരു മരണം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ ദിവസത്തിന്റെ പേരാണ് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ. ഖുർആൻ പല പേരുകളിലും ആ ദിവസത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. എപ്പോഴാണ് ലോകാവസാനം? അല്ലാഹു തആല ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. ഒരു മുഖറബായ മലക്കിനും ഒരു മുർസലായ നബിക്കും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ നിക്ഷിപ്തമാണ് ഖിയാമത്തിന്റെ അറിവ്. വയുനസ്സിലുൽ ഗൈസ, അവനാണ് മഴ വർഷിപ്പിക്കുന്നത്. മഴ എത്ര തോതിൽ എവിടെ പെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയങ്ങളിലുള്ള ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്ത് പ്രയത്നിക്കും, നാളെ എന്ത് അധ്വാനിക്കുമെന്നൊരു ശരീരത്തിനും അറിയില്ല. അടുത്ത നിമിഷം ഒരു ശരീരത്തിനും അറിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, ഏത് മണ്ണിൽ വെച്ച് മനുഷ്യൻ മരിക്കുമെന്ന് ആർക്കും അറിയില്ല. എവിടെ വെച്ചാണ് മരണം, എങ്ങനെയാണ് മരിക്കുക, ആർക്കും അറിയില്ല. 5 കാര്യങ്ങൾ അല്ലാഹു മാത്രമേ അറിയുന്നുള്ളൂ. അതിലൊന്ന് ഖിയാമത്ത് നാളാണ്. നോക്കൂ, അതിന്റെ അടയാളങ്ങൾ അല്ലാഹു ഹബീബായ മുത്തിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമാം ബർസഞ്ചി റഹ്മഹുല്ല പറയുന്നു, ഖിയാമത്തിന്റെ അടയാളങ്ങൾ 3ആയി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് കിസ്മുൻ ലഹറ, ഒന്നാമത്തെ വിഭാഗം വെളിവായി കഴിഞ്ഞു.
വകിസ്മൻ രണ്ടാമത്തെ വിഭാഗം ലഹറാ വലം യൻഖലി ഇന്ന് പുലരാൻ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ വിഭാഗം വകിസ്മുൻ ലം യൽഹർ ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത വലിയ 10 അടയാളങ്ങളുമാണ്. മൂന്നായി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞുപോയത്, നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ, വരാനിരിക്കുന്ന അടയാളങ്ങൾ. നിങ്ങളുടെ ശ്രദ്ധയാൻ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. അലാമത്തു സാഅത്തി സുഗ്റാ ചെറിയ അടയാളങ്ങൾ എന്ന് പറയപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഖൂമു സാഅത്തു ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. മുത്തുനബി പറഞ്ഞു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഇല്ലാ അലാ ശിറാരിൽ ഖൽഖി, അന്നത്തെ ജനങ്ങൾ ഏറ്റവും വൃത്തികെട്ടവരായിരിക്കും, മോശക്കാരായിരിക്കും. ലാ തഖൂമു സാഅത്തു അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരാളുടെ മേൽ ലോകം അവസാനിക്കുകയില്ല. ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ മുഖ്യമായത് അധാർമികത സമൂഹത്തിൽ വ്യാപിക്കും എന്നാണ്. മൂല്യച്യുതി, അധാർമികത, അഴിമതി, കൊലപാതകം, ഇതൊക്കെ അവസാന കാലത്ത് സമൂഹത്തെ ഭരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ അവിടെന്ന് പറഞ്ഞ ഒരു ഹദീസിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു റസൂലല്ലാഹി യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന മിൻ അശ്റാത്തി സാഅ ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുർഫഅൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെടും, അറിവിനെ അല്ലാഹു ഉയർത്തും, വയക്സുറൽ ജഹ്ലു, അറിവില്ലായ്മ ലോകത്ത് വർദ്ധിക്കും, വയക്സുറ സിനാ, വ്യഭിചാരം ലോകത്ത് വർദ്ധിക്കും, വയക്സുറ ശുർബൽ ഖംരി, കള്ളുകുടി ലോകത്ത് വർദ്ധിക്കും, വയക്സുറൻ നിസാ, പെണ്ണുങ്ങൾ ലോകത്ത് വർദ്ധിക്കും, വയഖില്ലർ റിജാൽ, പുരുഷന്മാര് ചുരുങ്ങി വരും, ഹത്താ യകൂന ലി 50 ഇംറഅ, 50 പെണ്ണിന് അൽ ഖയ്യിമുൽ വാഹിദു, ഒരു പുരുഷൻ എന്ന അനുപാതത്തിലെത്തും. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ. ഈ ഹദീസിൽ പ്രവചിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ന് പുലരാൻ തുടങ്ങി. നോക്കൂ, ഇൽമു ഉയർത്തപ്പെടും. എങ്ങനെയാണ് അറിവിനെ അല്ലാഹു ഉയർത്തുന്നത്? പണ്ഡിതന്മാരുടെ നിര്യാണത്തിലൂടെയാണ്. ഒരു കവി പാടി, അഖുൽ ഇൽമി ഹയ്യുൻ ഖാലിദുൻ ബഅദ മൗതിഹി വഔസാലുഹു ബൈന തുറാബി റമീമോ. അഖുൽ ഇൽമി, നല്ല പണ്ഡിതൻ, ഹയ്യുൻ ഖാലിദുൻ ബഅദ മൗതിഹി, മരണശേഷം ജീവിച്ചുകൊണ്ടിരിക്കും ജനഹൃദയങ്ങളിൽ. വഔസാലുഹു ബൈന തുറാബി റമീമോ, അവരുടെ ശരീരം മണ്ണ് തിന്നാലും ശരി, മണ്ണോട് ചേർന്നാലും നുരുമ്പിപ്പോയാലും ശരി, ജനഹൃദയങ്ങൾ ആ പണ്ഡിതനെ സ്വാഗതം ചെയ്യും. നീ മണ്ണടിയിലും മായാതെ നിന്നിടും, നീ മണ്ണിൽ നേടും വിശിഷ്ട വ്യഖ്യാതികൾ. ലോകത്തിനാകില്ല നിന്നെ മറക്കുവാൻ, ലോകത്തിനാകില്ല നിന്നെ വെറുക്കുവാൻ, ലോകത്തിനാകില്ല നിന്നെ മറക്കുവാൻ. കവി പാടിയത് എത്ര ശരിയാണ്. അല്ലാഹു പടച്ചവൻ നമുക്ക് പുറത്തു തരട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ ലോകം മറന്നില്ല, കണ്ണിയത്തുസ്താദിനെ ലോകം മറന്നില്ല, ബഹുമാനപ്പെട്ട അബൂബക്കർ ഹസറത്തിനെ ലോകം മറന്നില്ല, കോട്ടുമല ഉസ്താദിനെ ലോകം മറന്നില്ല. നോക്കൂ, അവരുടെ നൂറുകണക്കിന് ശിഷ്യഗണങ്ങളിലൂടെ അല്ലാഹു ഇൽമിനെ നിലനിർത്തുകയാണ് ഇവിടെ. അവർ സ്ഥാപിച്ച പള്ളികൾ, അവർ സ്ഥാപിച്ച ഓർഫനേജുകൾ, അവർ സ്ഥാപിച്ച അറബി കോളേജുകൾ, ഇതൊക്കെ വഴിയടയാളങ്ങളാണ്. അതൊക്കെ അവരുടെ സ്മരണ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ മംഗലാപുരത്ത് പ്രസംഗിക്കാൻ പോയപ്പോ 100 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ്, ആ കോളേജിന്റെ പേര് ഷംസുൽ ഉലമ അറബി കോളേജ് എന്നാണ്. നോക്കൂ, ഷംസുൽ ഉലമ അറബി കോളേജ്.
അള്ളാഹു ആ മുതഅല്ലിമീങ്ങളുടെ ഇൽമ പഠിക്കുന്നതിന്റെ സവാബ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നു ഖബറിലേക്ക്. അള്ളാഹു ആ ഖബർ പ്രകാശിപ്പിക്കട്ടെ. അടുത്ത കാലത്ത് മരണപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖിയാമത്ത് അടുക്കുമ്പോൾ നല്ല പണ്ഡിതന്മാരുടെ മരണം സംഭവിക്കും. അതോടുകൂടി ഇൽമ് അള്ളാഹു ഉയർത്തും. പിന്നീട് ഭൂമിയിൽ അറിവില്ലായ്മ വർദ്ധിക്കും. നോക്കൂ, മൂല്യച്യുതി, അധാർമികത സമൂഹത്തെ വരിഞ്ഞു മുറുക്കും. വ്യഭിചാരം വർദ്ധിക്കും, കള്ളുകുടി വർദ്ധിക്കും. വ്യഭിചാരവും കള്ളുകുടിയും എവിടെ നോക്കിയാലും ഇന്ന് നല്ലൊരു ശതമാനം യുവാക്കൾ ബീവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത് കാണാം. ഇന്ന് ഞാൻ വരുമ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത് പൊരിവെയിലത്ത് വിയർത്ത് കുപ്പി വാങ്ങാൻ വേണ്ടി യുവാക്കൾ ക്യൂവിൽ നിൽക്കുന്നതാണ് കണ്ടത്. അള്ളാഹു പടച്ചവൻ നമ്മുടെ യുവതയെ മദ്യപാനത്തിൽ നിന്ന് മുക്തമാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, യുവാക്കളെ, നിങ്ങൾ മദ്യപാനത്തിലേക്ക് പോകരുത്, മദ്യത്തിന് അഡിക്റ്റ് ആവരുത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇജ്തനിബുൽ ഖംറ, നിങ്ങൾ കള്ളിനെ ഉപേക്ഷിക്കണം, മദ്യം ഉപേക്ഷിക്കണം. ഫഇന്നഹു മിഫ്താഹു കുല്ലി ശർർ, എല്ലാ തിന്മകളുടെയും താക്കോലാണത്, എല്ലാ ശർറിന്റെയും താക്കോലാണത്. അള്ളാഹു ഉപേക്ഷിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇന്ന് കഞ്ചാവ്, പാൻ പരാഗ് എന്ന് വേണ്ട, ഇതൊക്കെ വ്യാപകമാവുകയാണ്. അതൊക്കെ ഉപേക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, ഇന്ന് വ്യഭിചാരം വ്യാപകമാവുകയാണ്. എന്താ വ്യഭിചാരം? അള്ളാഹു വെറുക്കുന്ന കാര്യം. ഒരന്യപുരുഷനും സ്ത്രീയും വ്യഭിചരിക്കുമ്പോ അള്ളാഹുവിന് വലിയ വെറുപ്പുണ്ടാകുമെന്ന് ഹദീസിൽ കാണാം. അള്ളാഹു നമ്മൾ അകറ്റി നിർത്തട്ടെ. ഹദീസിൽ വരുന്നുണ്ട്, അസ്സിനാ യൂരിസുൽ ഫഖറ, വ്യഭിചാരം ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തും. സിന ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തും. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, മൻ സനാ നസഅല്ലാഹു മിൻഹു നൂറൽ ഈമാൻ, ആരെങ്കിലും സിന ചെയ്താൽ അല്ലാഹു അവന്റെ മുഖത്ത് നിന്ന് ഈമാനിന്റെ നൂറാനിയത്ത് വലിച്ചൂരി മാറ്റും. നൂറാനിയത്ത്, പ്രഭ, വിശ്വാസത്തിന്റെ ചൈതന്യം അള്ളാഹു മുഖത്തു നിന്നും ഊരി മാറ്റുന്നതാണ് വ്യഭിചാരത്തിൽ ഏർപ്പെടുമ്പോൾ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. കണ്ണു പോലും സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീലാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, അത് മ്ലേച്ഛമാണ്. ഇന്നഹു കാന ഫാഹിഷ, അത് ഫാഹിഷത്താണ്, അത് ഫാഹിഷത്താണ്, മ്ലേച്ഛമാണ്. വസാഅ സബീലാ, അത് മോശമായ മാർഗവുമാണ്, അപലപിക്കപ്പെടേണ്ട മാർഗവുമാണ്. ലൈംഗിക അരാജകത്വത്തിന്, ലൈംഗിക വൈകൃതത്തിന് ഖുർആൻ ഉപയോഗിച്ച പദമാണ് ഫാഹിഷ. നോക്കൂ, ഖുർആൻ മറിച്ചു നോക്കുമ്പോ കാണാം, അതുമായി ബന്ധപ്പെട്ടതിനൊക്കെ അള്ളാഹു ഉപയോഗിച്ച പദമാണ് ഫാഹിഷ. വൃത്തികെട്ടത്, മോശം എന്നൊക്കെയാണ്. അതിലേർപ്പെടുമ്പോ ധൈര്യത്തോടുകൂടി ഏർപ്പെടാൻ പറ്റൂല. അതുകൊണ്ടാണ് വ്യഭിചരിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് കൂടുമെന്ന് ശാസ്ത്രം സിദ്ധാന്തിച്ചത്. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അറ്റാക്ക് കൂടുതലാവുന്നു എന്നും വിചാരിച്ച് അറ്റാക്ക് ഉണ്ടായി മരിക്കുന്നവരൊക്കെ ഈ പരിപാടിയിലേക്ക് പോകുന്നവരാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കണ്ണുപോലും നിയന്ത്രിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. എല്ലാത്തിനും കാരണം ഈ നോട്ടമാണ്, കണ്ണാണ്. ഇയ്യാകും വന്നളറ, നിങ്ങൾ നോട്ടത്തെ സൂക്ഷിക്കണം. ഫഇന്നഹാ തസ്റഉ ഫിൽ ഖൽബി ശഹവ, അത് ഹൃദയത്തിൽ വികാരം മുളപ്പിക്കും. വകഫാ ബിഹാ ഫിത്ന, അത് ഫിത്നയ്ക്ക് കാരണമാണ്. ദാവൂദ് നബി മകനോട് ചെയ്ത ഉപദേശം കിതാബുകളിൽ കാണാം. മോനെ മോനെ, ഇംശി ഖൽഫൽ അസദി വൽ അസ്വദ്, നീ സിംഹത്തിന്റെയും കരിമൂർഖന്റെയും പിന്നിൽ നടന്നോ. വലാ തംശി, നീ നടക്കരുത് ഖൽഫൽ മർഅ, ഒരു പെണ്ണിന്റെ പിന്നിൽ ലവ് ലെറ്ററുമായി നടക്കരുത്. സിംഹത്തിന്റെ പിന്നിൽ നടന്നാലും കരിമൂർഖന്റെ പിന്നിൽ നടന്നാലും ഒരു പെണ്ണിന്റെ പിന്നിൽ നീ നടക്കരുത്. ഫിത്നയാണത്, കുഴപ്പമാണത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദിനേന പത്രങ്ങൾ വായിക്കുന്നു,
ശ്രാവ്യ മാധ്യമങ്ങൾ വായിക്കുന്നു, കാണുന്നു. എല്ലാ സംഭവത്തിന്റെ പിന്നിലും സുഹൃത്തുക്കളെ ഒന്നുകിൽ പെണ്ണ് അല്ലെങ്കിൽ പണം, അല്ലേ? അതുകൊണ്ടാ തഴവ ഉസ്താദ് പറഞ്ഞത്. തഴവ ഉസ്താദിന്റെ 2 വരി എവിടെയും പ്രസിദ്ധമാണ്. തഴവ ഉസ്താദ് പറഞ്ഞു, പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, ഒരുമിച്ച് കണ്ടാലുണ്ട് കുണ്ടാമണ്ടി, മിണ്ടിക്കഴിഞ്ഞാൽ ഒന്നു തന്നെ രണ്ടും, കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖിയാമത്ത് അടുക്കുമ്പോൾ സിന വർദ്ധിക്കും, വ്യഭിചാരം വർദ്ധിക്കും, ജാരസന്തതികളും വർദ്ധിക്കും. 1400 വർഷം മുമ്പ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് ഹാക്കിം, ദാറുഖുത്നി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തകൂനു അഷ്യാ ഇന്ദ ഖിറാബിസ്സാഅ, ഖിയാമത്ത് അടുക്കുമ്പോൾ ലോകത്ത് പല സംഭവങ്ങളും സംഭവിക്കും. അതിൽപ്പെട്ടതാണ് നിക്കാഹുർ റജുലി അർറജുല, ആണ് ആണിനെ കല്യാണം കഴിക്കും, പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കും. വനിക്കാഹുൽ മർഅതി അൽ മർഅ, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കും. വനിക്കാഹുർ റജുലി ഇംറഅതഹു ഫീ ദുബുരിഹാ, പുരുഷൻ സ്ത്രീയുടെ പിന്നിൽ സമീപിക്കും. മആദല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ഇത് പാശ്ചാത്യന്റെ കൾച്ചറാണ്, ഇത് യൂറോപ്യരുടെ കൾച്ചറാണ്. ഈ ഹദീസിന് സംഭവിക്കുന്നു. മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മിൻഹാ യക്സുറു ഔലാദുസ്സിനാ, ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ജാരസന്തതികൾ വർദ്ധിക്കും, ഔലാദുസ്സിനാ വർദ്ധിക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഹത്താ ഇന്നർ റജുല ലയഗ്ശൽ മർഅത അലാ ഖാരിഅത്തി ത്വരീഖ്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നടുറോഡിൽ വെച്ച് ആലിംഗനം ചെയ്യും. വയഖൂലു അംസലുഹും ഫീ ദാലിക സമാൻ, അന്നൊരാള് പറയും, ലബിഅതസൽതുമാ അനിത് ത്വരീഖ്, വഴിയിൽ നിന്ന് മാറിക്കൂടെ, വഴി നടക്കാനുള്ളതാ, വഴിയിൽ നിന്ന് മാറിക്കൂടെ എന്നൊരാളെന്ന് പറയുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. എങ്ങോട്ടാ ലോകത്തിന്റെ പോക്ക്? നോക്കൂ, അധാർമികത വർദ്ധിക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സംഘർഷം വർദ്ധിക്കും, ലോകത്ത് നിന്ന് സമാധാനം എടുത്തുമാറ്റും, ശാന്തി സമാധാനം നഷ്ടപ്പെടും. ഖിയാമത്ത് അടുക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമുസ്സാഅതു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യമുറർ റജുലു ബിഖബരിർ റജുൽ, ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ പറയും, യാ ലൈതനി മകാനഹു, ഞാൻ ഈ ഖബറിലായിരുന്നെങ്കിൽ, ഞാൻ മരിച്ച് ഈ ഖബർ നിവാസി ഞാനായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. മരണം ആഗ്രഹിക്കുന്ന കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തദ്ഹബുദ് ദുനിയാ, ഈ ദുനിയാവ് നശിക്കുകയില്ല, ഹത്താ യഅതിയ അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതല, കൊല്ലുന്നവനറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലുന്നത്, വലൽ മഖ്തൂലു ഫീമ ഖുതില, കൊല്ലപ്പെട്ടവനറിയില്ല എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന്. ചുമ്മാ മനുഷ്യരെ കൊല്ലുന്ന ഒരു കാലം വരും, കൊല്ലുന്നവനും അറിയില്ല കൊല്ലപ്പെടുന്നവനും അറിയില്ല. ഇപ്പൊ കൊട്ടേഷൻ സംഘത്തിന്റെ കാലഘട്ടമാണ്. ഒരാളെ കൊല്ലണമെങ്കിൽ 5000 രൂപ കൊടുത്താൽ കൊട്ടേഷൻ സംഘം റെഡി, അല്ലേ? പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. മനുഷ്യ ജീവനൊരു വിലയുമില്ല, ഖിയാമത്തിന്റെ അടയാളമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സാമൂഹിക സംഘർഷങ്ങളുണ്ടാകും, സാമൂഹിക സംഘർഷങ്ങളുണ്ടാകും. നബി തിരുമേനി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമുസ്സാഅതു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിമീങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നത് വരെ.
ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ജൂതന്മാരെ കൊന്നുകൊണ്ടിരിക്കും. ഹത്താ യഖ്തബിഉൽ യഹൂദി വറാ അശ്ശജരി വൽ ഹജർ, അന്നൊരു യഹൂദി ചെന്ന് മരത്തിന്റെയും കല്ലിന്റെയും പിന്നിൽ ഒളിക്കും. ഫയഖൂലുൽ ഹജറു വശ്ശജറു, അന്ന് മരവും കല്ലും വിളിച്ചു പറയും, യാ മുസ്ലിമു വറാഇ യഹൂദിയുൻ, ഓ മുസ്ലിമേ, എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു. ഫഖ്തുൽഹു, നീ അവനെ കൊന്നുകളയണം. ഇല്ലൽ ഗർഖദ, നബി തിരുമേനി പറഞ്ഞു, ഗർഖദ് എന്ന വൃക്ഷമൊഴികെ, ഫഇന്നഹു മിൻ ഷജരിൽ യഹൂദ്, അത് ജൂതന്റെ മരമാണ്. ഖിയാമത്തിന് മുമ്പ് ജൂതന്മാരും മുസ്ലിമീങ്ങളും യുദ്ധം ചെയ്യുമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. അതുപോലെ ഒരു ആഗോള യുദ്ധം വരും ലോകാവസാനത്തിനു മുമ്പ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു 3-ാം ലോക മഹായുദ്ധം അരങ്ങേറാൻ പോകുന്നു. അതിന് കാരണം ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റിലും പാവപ്പെട്ട അറബികളെ ഇറക്കി വിട്ടുകൊണ്ട് ജൂതന്മാർ ജൂത പാർപ്പിടം പണിയാൻ തുടങ്ങുമ്പോഴാണ്. ഹദീസിൽ കാണാം, മുസ്ലിമിന്റെ ഹദീസാണ്, ഉംറാനു ബൈത്തുൽ മഖ്ദിസി, ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റിലും ജൂതപ്പാർപ്പിടങ്ങൾ അരങ്ങേറുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖറാബു യസ്രിബ, യസ്രിബ് പട്ടണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. മദീനയുടെ പഴയ പേരാണ് യസ്രിബ്. മദീന പട്ടണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. വഖറാബു യസ്രിബ ഖുറൂജുൽ മൽഹമ, മദീന പട്ടണത്തിന്റെ തകർച്ച 3-ാം ലോക യുദ്ധത്തിന് കാരണമാകും. വഖുറൂജുൽ മൽഹമ, 3-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഫതഹുൽ ഖുസ്തൻതീനിയ, തുർക്കി ഇസ്ലാമിന്റെ ചേരിയിലേക്ക് വരും. തുർക്കി ഇസ്ലാമിന്റെ ചേരിയിലേക്ക് വരുമ്പോൾ ഖുറൂജുദ് ദജ്ജാൽ, ദജ്ജാലിന്റെ പുറപ്പാട് അടുക്കുന്നു. ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു, ലോകം അവസാനിക്കുകയില്ല, ഹത്താ യഹ്സുറൽ ഫുറാത്ത്, യൂഫ്രട്ടീസ് നദി പുറത്തേക്ക് തള്ളും. യൂഫ്രട്ടീസ് നദി വെളിവാക്കും. അൻജബലിൻ മിൻ ലഹബ്, സ്വർണത്തിന്റെ ഒരു പർവ്വതം, സ്വർണത്തിന്റെ ഒരു മലയെ യൂഫ്രട്ടീസ് നദി പുറത്തേക്ക് തള്ളും എന്ന് മുഹമ്മദ് മുസ്തഫ. ഫയഖ്തുലുൻ നാസു അലൈഹി, ആ സ്വർണത്തിന്റെ മലയെ എടുക്കാൻ ജനങ്ങൾ യുദ്ധം ചെയ്യും. ഫയുഖ്തലു മിൻ കുല്ലി മിഅ, ഓരോ 100 പേരിൽ നിന്നും കൊല്ലപ്പെടും. 99 ആളുകളും വധിക്കപ്പെടും. ഫലാ തഅതൂഹാ, ആ സ്വർണ്ണമല എടുക്കാൻ നിങ്ങൾ അങ്ങോട്ട് ചെല്ലരുത്, നിങ്ങൾ ആരും അങ്ങോട്ട് ചെല്ലരുത്. ഫുറാത്ത്, യൂഫ്രട്ടീസ് നദി ഇറാഖില. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, പ്രവാചകൻ പറഞ്ഞു, ഖിയാമത്ത് നാളിനു മുമ്പ് സമ്പത്ത് വർദ്ധിക്കും. ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒരു താൽക്കാലിക സംവിധാനമാണ്. സാമ്പത്തിക മാന്ദ്യം അത് താൽക്കാലികമായിട്ട് സംഭവിക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു, ലോകം അവസാനിക്കുകയില്ല, ഹത്താ യക്സുറൽ മാലു വയഫീല, സമ്പത്ത് വർദ്ധിക്കുന്നത് വരെ അത് ഒഴുകും, വർദ്ധിച്ചിട്ട് ഒഴുകും. ലോകത്ത് സമ്പത്ത് വർദ്ധിച്ചു ഒഴുകും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഹത്താ തഊദ അർളുൽ അറബി മുറൂജൻ വ അൻഹാറാ, അറേബ്യൻ മണ്ണ്, മരുഭൂമി നിങ്ങൾക്ക് കാണാം, അത് മരുപ്പച്ചയായി മാറും. അവിടങ്ങളിൽ നദികൾ ഒഴുകുന്ന അവസ്ഥയുണ്ടാകും. അറേബ്യ, സൗദി, മസ്കറ്റ്, ഒമാൻ, UAE ഒക്കെ മരുഭൂമികളാണ്. അവിടെ നിങ്ങൾക്ക് കാണാം അരുവികൾ ഒഴുകി അവിടെ പച്ചപ്പുണ്ടാകും. ഇത് ഖിയാമത്തിന്റെ അടയാളമാണ്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖിയാമത്ത് നാളിന് മുമ്പ് സയൻസും ടെക്നോളജിയും വികസിക്കും, സമയത്തിന്റെ ബർക്കത്ത് പോകും. അവിടെന്ന് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ഏതൊരല്ലാഹുവിന്റെ കയ്യിലാണോ, ലാ തഖൂമു സ്സാഅതു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ തുകല്ലിമ സിബാഉ അൽ ഇൻസാ, വന്യജീവികൾ മനുഷ്യനോട് വർത്തമാനം പറയുന്നത് വരെ, വഹത്താ തുകല്ലിമ റജുല സൗതിഹി വശിറാഖു നാലിഹി,
മനുഷ്യനോട് അവന്റെ ചാട്ടവാറ് സംസാരിക്കും, അവന്റെ ചെരുപ്പിന്റെ വാറ് മനുഷ്യനോട് സംസാരിക്കും. വയുഖ്ബിറുഹു ഫഖിദുഹു, അവന്റെ തുട വിളിച്ചു പറയും, കാല് വിളിച്ചു പറയും. ബിമാ അഹദസ അഹ്ലുഹു ബഅദഹു, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞ് വീട്ടിൽ നടന്ന സംഭവങ്ങൾ കാല് വിളിച്ചു പറയും. സയൻസും ടെക്നോളജിയും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വികസിക്കും എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. നോക്കൂ, ഇന്ന് മനുഷ്യ ജീവിതം സുഖകരമാക്കി ആര്? സയൻസ്, ടെക്നോളജി. എത്രത്തോളം ഇന്ന് ഈ വലിയ ലോകം ചെറുതായി മനുഷ്യന്റെ ഉള്ളംകൈയിലെത്തി, ഗ്ലോബൽ വില്ലേജിലെത്തി നിൽക്കുന്നു. ഇന്നൊരു ആഗോള ഗ്രാമം മനുഷ്യന്റെ ജീവിതം സുഖകരമാക്കി. എല്ലാം ഒരു ബട്ടൺ അമർത്തിയാൽ മതി. പക്ഷേ ഒരു നേരിയ കുറവ് എവിടെയോ ഉണ്ട്. നിങ്ങൾക്കറിയുമോ? മലേഷ്യയുടെ വിമാനം 239 യാത്രക്കാരെയും കൊണ്ട് കാണാതെയായ വിമാനം. അത് തകർന്നു വീണോ, കടലിലാണോ, തീപിടിച്ചോ? ഓറഞ്ച് നിറത്തിലുള്ള ബ്ലാക്ക് ബോക്സ് പോലും കണ്ടെത്താൻ ശാസ്ത്രം ഇത്രമാത്രം വികസിട്ടും കഴിഞ്ഞിട്ടില്ല. മുഴുവൻ അസ്റാറുകളും ബ്ലാക്ക് ബോക്സിനകത്തുണ്ട്. നോക്കൂ, ഇന്നും തപ്പുകയാണ് കടലിനകത്ത് ആ വിമാനം എവിടെ. സയൻസും ടെക്നോളജിയും വികസിക്കും, വർദ്ധിക്കും. നോക്കൂ, തുട വിളിച്ചു പറയും. എന്താ തുട? മൊബൈലാകാൻ സാധ്യതയില്ലേ? ചെരുപ്പിന്റെ വാറ് സംസാരിക്കും, വന്യജീവികൾ നിന്നോട് സംസാരിക്കും. നോക്കൂ, ചാട്ടവാർ നിന്നോട് സംസാരിക്കും. എന്റെ ശബ്ദം നിങ്ങൾക്ക് വലുതാക്കി തരുന്നത് ഈ വയറാണ്, സ്പീക്കറാണ്. ഇതിനുള്ളിലൂടെ വിദ്യുച്ഛക്തി പ്രവഹിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതിന്റെ വളർച്ചയുടെ ഉത്തുംഗതയിലെത്താതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. എത്രമാത്രം ശാസ്ത്രം വളർന്നാലും മനുഷ്യ മനസ്സ് ചെറുതായിക്കൊണ്ടിരിക്കും. സമയത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും, കരുണ ഉയർത്തപ്പെടും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമു സഅതു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ യതഖാറബുസ് സമാൻ, കാലഘട്ടം അടുത്തടുത്ത് വരും. ഫതകൂനു സനതു കശഹർ, ഒരു കൊല്ലം ഒരു മാസം പോലെ അനുഭവപ്പെടും. വശഹറു കൽ ജുമുഅ, ഒരു മാസം ഒരാഴ്ച പോലെ അനുഭവപ്പെടും. വൽ ജുമുഅതു കൽ യൗം, ഒരാഴ്ച ഒരു ദിവസം പോലെ അനുഭവപ്പെടും. വൽ യൗമു കസ്സാഅ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ അനുഭവപ്പെടും. വസ്സാഅതു കൽ ഇർമതി ബിന്നാർ, ഒരു മണിക്കൂർ തീപ്പൊരി പോലെ കഴിഞ്ഞു പോകും. സമയത്തിന്റെ ബർക്കത്ത് എടുത്തു മാറ്റപ്പെടും. ഇങ്ങനെ ചെറിയ ചെറിയ അടയാളങ്ങൾ ഇന്ന് പുലരാൻ തുടങ്ങി. നിരവധി അടയാളങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖിയാമത്ത് അടുക്കുമ്പോൾ ആഗോളതലത്തിൽ സംഘർഷങ്ങൾ കുമിഞ്ഞുകൂടും. നോക്കൂ, 10 അടയാളങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹദിയുടെ പുറപ്പാടുണ്ടാകും. 50ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി തിരുമേനി പറഞ്ഞു, അൽ മഹദിയു മിന്നി, ഇമാം മഹദി എന്നിൽപ്പെട്ടവനാണ്. അഖനൽ അൻഫി അജ്ലൽ ജബ്ഹ, മൂക്ക് വളഞ്ഞു നീണ്ടയാളാണ്. നെറ്റിത്തടം വീതി കൂടിയ ആളാണ്. യംലഉൽ അർള ഖിസ്തൻ വഅദ്ല, ഭൂമി മുഴുവനും നീതി നിറയ്ക്കും. കമാ മുലിഅത് ളുൽമൻ വജൗറാ, ഭൂമിയിൽ അക്രമവും അരാജകത്വവും നടമാടപ്പെട്ട് കഴിഞ്ഞ്. മറ്റൊരു ഹദീസിൽ കാണാം, അൽ മഹദിയു മിൻ ഇത്റതി, ഇമാം മഹദി എന്റെ കുടുംബക്കാരനാണ്. മിൻ ഔലാദി ഫാത്തിമ, ഹസറത്ത് ഫാത്തിമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തദ്ഹബു ദുനിയാ, ഈ ദുനിയാവ് നശിക്കുകയില്ല. ഹത്താ യംലികൽ അറബ, അറേബ്യയിൽ ഒരു ഭരണാധികാരി വരും. ഇസ്മുഹു യുവാതിഉ ഇസ്മുഹു ഇസ്മി, അവരുടെ പേരും എന്റെ പേരും ഒരുപോലെയാണ്. മുഹമ്മദ് എന്നാണ് മഹദി സ്ഥാനപ്പേരാണ്. നിരവധി ഹദീസുകളിലൂടെ ഇമാം മഹദി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. നോക്കൂ, ഇമാം മഹദി പുറപ്പെടുന്ന സമയത്ത് ആഗോളതലത്തിൽ വിശ്വാസികൾ പരീക്ഷിക്കപ്പെടും. സുന്നത്തായ വേഷം ധരിച്ചതിന്റെ പേരിൽ യഥാർത്ഥ മുഅ്മിനീങ്ങൾ പരീക്ഷിക്കപ്പെടും. ഖുർആനിൽ ആല ഇംറാനിൽ അല്ലാഹു പറയുന്നുണ്ട്, ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും,
നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ. വേദം നൽകപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന്, ജൂത ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നും, മുശ്രിക്കീങ്ങൾ ബഹുദൈവ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അദൻ കസീറ, ധാരാളം മർദ്ദനങ്ങളും വെല്ലുവിളികളും. ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇദാ ഖറജത മിനദ് ദുനിയ, അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് ദുനിയാവിൽ നിന്ന് ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മീയ ആഖിറത്തിലേക്ക് പോകുമ്പോൾ, അങ്ങ് ദുനിയാവിനോട് യാത്ര പറയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് ഈ ഭൂമുഖമാണോ ഭൂമിയുടെ ഉള്ളാണോ ഉത്തമം? ജീവിച്ചിരിക്കലാണോ ഉത്തമം, അതോ മരിച്ച് ഖബറിലേക്ക് പോകലാണോ ഉത്തമം? അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്മരിക്കപ്പെടുന്ന ഹദീസാണ്. പ്രവാചകൻ പറഞ്ഞു, ഇദാ കാന ഉമറാഉകും ഖിയാറുകും വഅഗ്നിയാഉകും അസ്ഹിയാഉകും വഅംറുകും ശുറാ ബൈനകും. നിങ്ങളുടെ ഭരണാധികാരികൾ ഉത്തമരാണെങ്കിൽ, നിങ്ങളുടെ മുതലാളിമാർ അനുകമ്പയുള്ളവരാണെങ്കിൽ, അതാ സാധുജനങ്ങളെ സഹായിക്കുന്നവരാണെങ്കിൽ, അതുപോലെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങൾ വഅംറുകും ശുറാ ബൈനകും, നിങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ, ഫലഹറുൽ അർളി ഖൈറും മിൻ ബത്നിഹാ, ഭൂമിക്ക് പുറത്ത് ജീവിച്ചിരിക്കലാണ് അതിന്റെ ഉള്ളിലേക്ക് പോകുന്നതിനേക്കാൾ ഉത്തമം. മരിച്ചു ഖബറിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഭൂമുഖത്ത് ജീവിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. എങ്കിൽ വൈദാകാന ഉമറാഉകും ശിറാറുക്കും, നിങ്ങളുടെ ഭരണകൂടം ഏറ്റവും വൃത്തികെട്ടവരാണെങ്കിൽ, അക്രമികളാണെങ്കിൽ, വഅഗ്നിയാഉകും ബുഹലാഉകും, നിങ്ങളുടെ സമ്പന്നർ അറുപിശുക്കന്മാരുമാണെങ്കിൽ, വഅംറുകും ഇലാ നിസാഇകും, നിങ്ങളുടെ കാര്യങ്ങൾ കൂടിയാലോചിക്കാതെ സ്ത്രീകളെ ഏൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ, ഫബത്നുൽ അർളി ഖൈറും മിൻ ലഹരിഹാ, മുത്തുനബി പറഞ്ഞു, ഭൂമിയുടെ ഉള്ളാണ് നിങ്ങൾക്ക് കരണീയം, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലതും മരിക്കലാണ്. അല്ലാഹു പടച്ചോൻ ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. നല്ല ഭരണാധികാരികളെ അല്ലാഹു നൽകട്ടെ. അല്ലാഹു സമ്പത്ത് ചിലർക്ക് പരീക്ഷണാർത്ഥം കൊടുത്തതാ. ആ സമ്പന്നർക്ക് ദീനിന് വേണ്ടി സകാത്തും സദഖയും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചാരിറ്റി രംഗത്ത് കടന്നു വരാൻ, ജീവകാരുണ്യ രംഗത്ത് കടന്നു വരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കാര്യങ്ങൾ കൂടി ആലോചിച്ച് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖിയാമത്ത് നാളിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ അടയാളങ്ങൾ സംഭവിക്കും. ഹദീസിലുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ സഹാബത്ത് കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയാണ്. ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മുത്തുനബി ഞങ്ങളുടെ സദസ്സിലേക്ക് വന്നു. നബി തിരുമേനി ചോദിച്ചു, മാ തദ്കുറൂൻ, നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? സഹാബത്ത് പറഞ്ഞു, നദ്കുറു സാഅത യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഖിയാമത്ത് നാളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നഹാ ലൻ തഖൂമ, ലോകം അവസാനിക്കുകയില്ല, ഹത്താ തറൗ ഖബലഹാ അശ്റ ആയാത്ത്, 10 ദൃഷ്ടാന്തങ്ങൾ കാണുന്നത് വരെ, 10 അടയാളങ്ങൾ കാണുന്നത് വരെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. അവിടെന്ന് പറഞ്ഞു, ഫദക്കറദ്ദുഖാൻ, ഒന്നാമത്തെ അടയാളം ഒരു പുക പുറപ്പെടും. രണ്ടാമത്തത് ഖുറൂജുദ് ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടുകയാണ്. മൂന്നാമത്തെ അടയാളം നുസൂലു ഈസ ഇബ്നു മറിയമ, മറിയമിന്റെ പുത്രൻ ഈസാ നബി വാനലോകത്തു നിന്നും ഇറങ്ങി വരികയാണ്. നാലാമത്തെ അടയാളം യഅജൂജ് വ മഅജൂജ്, യഅജൂജും മഅജൂജും പുറപ്പെടുകയാണ്. അഞ്ചാമത്തെ അടയാളം അദ്ദാബ്ബ, ദാബത്തുൽ അർള് എന്ന മൃഗം പുറപ്പെടുകയാണ്. ആറാമത്തെ അടയാളം തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുകയാണ്. 7ഉം 8ഉം 9ഉം അടയാളം സലാസത്ത് ഹുസൂഫ്, 3 ഭൂകമ്പങ്ങൾ അരങ്ങേറും. അതോടൊപ്പം തന്നെ ഭൂമി വിഴുങ്ങുകയും
വരികയും ചെയ്യും. 10ാമത്തെ അടയാളം വആഖിറു ദാലിക നാറുൻ തഖ്റുജു മിനൽ യമൻ, യമനിൽ നിന്നും ഒരു തീജ്വാല പുറപ്പെടും. മുത്തു റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 10 അടയാളം കാണാതെ ലോകം അവസാനിക്കുകയില്ല. ഈ 10 അടയാളവും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വിശദീകരിക്കാം. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്, സൂറത്തുകളുണ്ട്. അതിലൊരു സൂറയാണ് സൂറത്തു ദുഹാൻ. എന്താ മീനിങ്? പുക എന്നാണ് അർത്ഥം. പുക. ഈ സൂറത്ത് ഓതിയാൽ വലിയ കൂലിയ. ഹദീസിൽ വരുന്നുണ്ട്, മൻ ഖറഅ സൂറത്തു ദുഹാനി ഫീ ലൈല, ആരെങ്കിലും ഒരു രാത്രി ദുഹാൻ സൂറത്ത് ഓതിയാൽ ആ മനുഷ്യന് വേണ്ടി സുപ്രഭാതം വരെ, പ്രഭാതം വരെ 70,000 മലക്കുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന. സൂറത്ത് ദുഹാൻ 1.5 പേജ് കഷ്ടിയുള്ളൂ, വലിയ സൂറത്തൊന്നും അല്ല, 1.5 പേജേ ഉള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതൂലേ സൂറത്തു ദുഹാൻ. ആ സൂറത്തിന്റെ 10ഉം 11ഉം ആയത്തുകൾ 1ാമത്തെ അടയാളമാണ് പറയുന്നത്. അല്ലാഹു പറയുന്നു, യൗമ തഅതിസ് സമാഉ ബിദുഖാനിൻ മുബീൻ യഗ്ശൻ നാസ് ഹാദാ അദാബുൻ അലീം. ഒരു ദിവസം യൗമ തഅതിസ് സമാഉ, ആകാശം കൊണ്ടുവരും, ബിദുഖാനിൻ മുബീൻ, വ്യക്തമായ പുകയെ കൊണ്ടുവരും. യഗ്ശൻ നാസ്, ആ പുക ജനങ്ങളെ മൂടും, ജനങ്ങളെ ആവരണം ചെയ്യും. ഹദാ അദാബുൻ അലീം, ഈ പുക ജനങ്ങൾക്ക് ശിക്ഷയാണ്, പണിഷ്മെന്റ് ആണെന്ന് ഖുർആൻ. 40 ദിവസം ഈ പുക ഭൂമിയിലുണ്ടാവും. ഇവിടെ മാത്രമല്ല, ലോകത്ത് മുഴുവനും. നോക്കൂ, 40 ദിവസം ഈ പുക ജനങ്ങളെ അസ്വസ്ഥപ്പെടുത്തും. സത്യവിശ്വാസികൾക്ക് ജലദോഷം പോലെ അനുഭവപ്പെടുകയുള്ളൂ. നോക്കൂ, ജനങ്ങൾ പറയും ഇത് വ്യക്തമായ പരീക്ഷണമാണ്. അന്ന് ജനങ്ങൾ പറയും, റബ്ബന ക്ഷിഫ് അന്നൽ അദാബ്, നാദാ ഈ അദാബിനെ ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ. ഞങ്ങളിതാ വിശ്വസിക്കുന്നു എന്ന് ജനങ്ങൾ പറയുമെന്ന് ഖുർആൻ. അല്ലാഹു പടച്ചവൻ നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഇതാണ് 1ാമത്തെ അടയാളം. 2ാമത്തെ അടയാളം ഖുറൂജു ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടുകയാ. ആരാ ദജ്ജാൽ? ഈയിടെ ആരോ പറഞ്ഞു അമേരിക്കയാണെന്ന്. ആരാ ദജ്ജാല്? വേറൊരാള് പറഞ്ഞു ദിനോസറാണ്. ആരാ ദജ്ജാല്? ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് അള്ളാഹു വിടുന്ന, അള്ളാഹു യാത്രയാക്കുന്ന ഒരു ദൃഷ്ടാന്തം, ഒരു ആയത്താണ്. നോക്കൂ, പൊടിപ്പും തൊങ്ങലുമില്ലാതെ ആധികാരികമായ ഹദീസ് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആരാണ് ദജ്ജാൽ? എന്തിനാ ദജ്ജാല് വരുന്നത്? എത്ര ദിവസം ഭൂമിയിൽ ഉണ്ടാകും? ആരാണ് ദജ്ജാലിനെ വധിക്കുന്നത്? ഒക്കെ മൽഹറുൽ അതം സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് നിരവധി ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅ, ആദം നബിയെ സൃഷ്ടിച്ച അന്ന് മുതൽ ലോകാവസാനം വരെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളിൽ ഏറ്റവും വലിയ ഇഷ്യൂ അദ്ദജ്ജാൽ, ദജ്ജാലാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മാമിൻ നബിയിൻ ഇല്ലാ വഖദ് അൻദറ ഉമ്മതഹു അൽ അഅ്വറൽ കദ്ദാബ്. ഈ ഭൂമുഖത്ത് തൗഹീദിന്റെ പ്രബോധനത്തിന് വന്ന ഏതൊരു നബിയും കാലഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞു, അൽ അഅ്വറൽ കദ്ദാബ്, ഒറ്റക്കണ്ണനായ കള്ളനായ ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ മുത്ത് പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ അദ്ദജ്ജാലു അഅ്വറുൽ ഐനിൽ യുസ്റാ, ദജ്ജാൽ ഇടത് കണ്ണ് പൊട്ടിയവനാണ്,
മക്തൂബുൻ ബൈന ഐനൈ, അവന്റെ നെറ്റിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് കാഫു ഫാഇറ, കഫറ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്, നിഷേധി എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അദ്ദജ്ജാലു അഅവറുൽ ഐനിൽ യുസ്റാ, ഇടത് കണ്ണ് പൊട്ടിയവനാണ് ദജ്ജാൽ. ജുഫാലു ശഅരി, ശരീരത്ത് മുഴുവനും രോമ നിബിഡമാണ്. മഅഹു ജന്നതുഹു വനാറുഹു, അവനോടൊപ്പം ഒരു സ്വർഗവുമുണ്ട് നരകവുമുണ്ട്. ഫനാറുഹു ജന്ന വജന്നതുഹു നാർ, അവന്റെ സ്വർഗം നരകമാണ്, അവന്റെ നരകം സ്വർഗവുമാണ്. അവന്റെ നരകം മുഅ്മിനീങ്ങൾക്ക് സ്വർഗമാണ്. ഷഫീഉനാ റസൂലുള്ളാഹി. ഒരുപാട് അത്ഭുതങ്ങൾ ദജ്ജാൽ കാണിക്കും. മരണപ്പെട്ടവരെ ജീവിപ്പിക്കും. ആകാശത്തോട് മഴ പെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ മഴ വർഷിക്കും. അവൻ ബഹറിൽ ഇറങ്ങി വലിയ മത്സ്യങ്ങളെ ഉയർത്തി കാണിക്കും, അത്ഭുതങ്ങൾ കാണിക്കും. അപ്പൊ അവൻ ആരാകും? ആൾ ദൈവമായി മാറും. അത്ഭുതം കാണിച്ചാൽ ഇപ്പോൾ ആൾ ദൈവമാണ്. ജൂതന്മാരൊക്കെ അവന്റെ പിന്നാലെ കൂടും. ബലഹീനമായ വിശ്വാസികളും മുനാഫിക്കുകളും കപടൻ വിശ്വാസികളും അവന്റെ അനുയായികളായി മാറും.